എന്താണ് ഇങ്ങനെ രണ്ടാമതും ഒരു പരിപാടി സംഘടിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്ന് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ എന്റെ ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കും എന്നാണ് ഈ ഉള്ളവൻ മനസ്സിലാക്കുന്നത്. ഈ രാജ്യത്തുള്ള ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനോ ആരെയെങ്കിലും വേദനിപ്പിക്കുവാനോ അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള സഹോദരീ സഹോദരങ്ങളുടെ യഥാർത്ഥമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും തകർക്കുവാനോ ഉള്ള പരിപാടിയല്ല ഇത്. മറിച്ച് അല്ലാഹുവിന്റെ ദീനുൽ ഇസ്ലാം അത് മഹാന്മാരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും അതറിഞ്ഞിട്ടില്ലാത്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക എന്ന സതുദ്ദേശമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു കാര്യം ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്ന വിഷയങ്ങൾ തർക്കത്തിലിരിക്കുന്ന വിഷയങ്ങൾ മാത്രമായിരിക്കും. സതുദ്ദേശപരമായി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്ത ആശയം തർക്കത്തിലിരിക്കുന്ന കാര്യം മാത്രം നാദാപുരത്ത് അദ്ദേഹം പ്രസംഗിക്കാൻ പോവാണ്. ഇനി അദ്ദേഹം സതുദ്ദേശപരമായി പറഞ്ഞ തർക്കത്തിലിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഓരോന്നോരോന്നായി കേൾക്കുകയാണ് വേണ്ടത്. ഞാൻ ഇന്ന് വളരെ കുറച്ചേ പറയൂ, അധികം അയാൾ ഇനി പറയാം. അപ്പൊ അതിൽ നിങ്ങൾക്ക് ആർക്കും കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഇനി പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാല്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മഖ്ദഹു, പാറക്കടവത്ത് വലിയ ഖാദി അബ്ദുള്ള മുസ്ലിയാർ നവറല്ലാഹു മഖ്ദഹു, അതുപോലെ ശാലിയത്ത് അഹ്മദ് കോയ മുസ്ലിയാർ നവറല്ലാഹു മഖ്ദഹു, കന്യത്ത് ഉസ്താദ് നവറല്ലാഹു മഖ്ദഹു, സദഖത്തുള്ള മുസ്ലിയാർ നവറല്ലാഹു മഖ്ദഹു തുടങ്ങിയ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവറല്ലാഹു മഖ്ദഹ തുടങ്ങിയ നമ്മളെ സമസ്ത കേരള ജമിയത്തുകളിൽ പ്രവർത്തിച്ച ആലിമീങ്ങളുണ്ടല്ലോ, ആ ആലിമീങ്ങൾ മുഴുവനും മാനസിക രോഗികളാണ് എന്നാണ് അദ്ദേഹം ഇനി പറയാൻ പോകുന്നത്. സതുദ്ദേശപരമായിട്ട് പറയാൻ, അതുപോലെ തർക്കത്തിലിരിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ അയാൾ പറയുന്നത് ഇവിടെ വന്ന ആൾക്ക് പൂർണ്ണമായ ലൂസാണ്. അതായത് അതെന്നെ കൊണ്ടാണ്, ഞാൻ വന്ന ആളാണെന്ന് അയാൾ കാരണം, ഞാൻ ഇവിടെ ഉള്ള ആളാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. അതാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. കേട്ടോളൂ. മാനസിക രോഗമില്ലാത്തവർക്ക് സമസ്തയിൽ മെമ്പറാകാൻ പറ്റുമോ? ഒരിത്തിരിയൊക്കെ അരപ്പിരിയുള്ളവനെ അതിൽ പോകുള്ളൂ. ഒരു ആവറേജ് പൂർണ്ണ ബുദ്ധിയുള്ളവനൊക്കെ അപ്പുറത്താ. ഇതല്ലെങ്കിൽ ആർക്കാ തിരിയാത്തത്? എന്നിട്ട് മൂപ്പര് ഇവിടെ വന്ന ആൾക്ക് ഫുള്ള് ലൂസാ. ചിരിയടക്കം കേട്ടില്ലായിരുന്നു. അപ്പോ സമസ്തന്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ മാനസിക രോഗം, ഇവിടെ വന്നാൾക്ക് ഫുള്ള് ലൂസ്. ഇനി നിങ്ങളെ കൊണ്ടൊക്കെ വേറെ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ കേൾപ്പിച്ചു. നിങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ കുഞ്ഞാടുകൾ, എന്റെ ബേക്കിലിരിക്കുന്ന ഈ തങ്ങളൊക്കെ നാവൂർ കാളകൾ. അത് ഞാൻ ശേഷം കേൾപ്പിക്കും. അപ്പൊ ഈ നാദാപുരത്തിൽ സെലഫികൾ ഒരു വലിയ പരിപാടി നടത്തിയതാണല്ലോ. അപ്പൊ അതെന്താണെന്ന് മാലോകർ അറിയണമല്ലോ. വന്ന ആവോള പ്രശസ്ത പണ്ഡിതന്റെ വിവരവും ജനങ്ങൾക്ക് മനസ്സിലാകണമല്ലോ. അപ്പൊ അത് എന്ന് പറഞ്ഞാൽ മുജാഹിദുകൾ നടത്തിയ പരിപാടിയുടെ ഒരു അനുബന്ധം മാത്രമാണ് നമ്മൾ ഈ പരിപാടി, അതിന്റെ പൂർത്തീകരണം. അപ്പൊ നിങ്ങൾ ഇൻഷാ അല്ലാഹ് നക്കൽപ്പിക്കുക. അതിന് മുമ്പ് ആർക്കാണ് ഈ ലൂസ് ഉള്ളത് എന്ന് ഒരു ചെറിയൊരു ഉദാഹരണം, അത് നല്ലതാണ്.